ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ വളരെ വിശ്വാസത്തോടെ ഭയഭക്തിയോടെ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിലെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിക്കുന്ന അനേക കത്തോലിക്ക വിശ്വാസികളുണ്ട് നമ്മളുടെ ഇടയിൽ. എന്നാൽ അതിന് സമാനമായി തന്നെ വെറുമൊരു പ്രവൃത്തി മാത്രമായി അല്ലെങ്കിൽ എന്തോ ഒരു നേർച്ച കഴിക്കുന്നത് പോലെ ഇത് ചെയ്യണമല്ലോ എന്ന മനോഭാവത്തിൽ എന്തോ ഒരു അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി മാത്രം എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചർച്ചിൽ പോകുന്ന ഒരു ചടങ്ങ് ക്രിസ്ത്യാനികളും നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന് ഈ കത്തോലിക്ക സഭയിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ തൊട്ടടുത്ത് ദേവാലയമാണ്. വീട്ടിൽ നിന്നും ഒരു 150 മീറ്റർ അകലെയാണ് എൻ്റെ ദേവാലയം ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ സാധാരണഗതിയിൽ എൻ്റെ ചെറുപ്പം മുതൽ ഒരു 4-5 വയസ്സ് മുതൽ വളരെ ചെറുപ്പം മുതൽ രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. സത്യം പറഞ്ഞാൽ എന്താണ് കുർബാനയെന്നോ എന്താണ് അതിൻ്റെ ആവശ്യമെന്നോ എന്ന് യാതൊരുവിധ അറിവില്ല. എങ്കിലും എല്ലാ ദിവസവും പോവും. ഒരു 1-ാം ക്ലാസ് മുതൽ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോയി തിരിച്ചു വന്നതിന് ശേഷം മാത്രം ഭക്ഷണം കഴിച്ച് സ്കൂളിൽ പോകുന്ന ഒരു പതിവായിരുന്നു ഒരു 9-ാം ക്ലാസ് വരെ ഏകദേശം എനിക്കുണ്ടായിരുന്നത്. 9-ാം ക്ലാസ്സിന് ശേഷം കുറച്ചു കാലം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ആയി, എല്ലാ ദിവസമൊന്നും പോകാതെയായി, കഴിവതും ഒഴിവാക്കുന്ന രീതിയിലേക്കൊക്കെ കടന്നു വന്നു. ഒരു 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യ കുർബാന സ്വീകരണം നടത്തിയെങ്കിലും ദൈവവചനം അറിഞ്ഞ് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിച്ച അന്ന് മുതൽ ഇന്ന് വരെ എന്നൊക്കെ കുർബാന സ്വീകരിച്ചിട്ടുണ്ടോ കണ്ണ് നിറയാതെ എനിക്കത് സ്വീകരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിതനായ, എനിക്ക് വേണ്ടി യാഗമായി തീർന്ന, എനിക്ക് വേണ്ടി ബലിയായി തീർന്ന, എനിക്ക് വേണ്ടി മരിച്ച ആ ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ, അവൻ എനിക്ക് വേണ്ടി ചെയ്തു വെച്ച ഏറ്റവും മഹത്തായ ഒരു ആരാധനയെ ഓർക്കുമ്പോൾ, ഈ ഒരു ശുശ്രൂഷയെ ഓർക്കുമ്പോൾ എനിക്കത് കണ്ണ് നിറയാതെ ഒരിക്കലും യേശുവിൻ്റെ ശരീരരക്തത്തിൻ്റെ ഭാഗമാകാനോ ആ അപ്പത്തോടോ ആ വീഞ്ഞിനോടും ചേർന്നിരിക്കാനോ സാധിക്കാറില്ല. എന്നും കണ്ണ് നിറയാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 48-ാം വാക്യം നമ്മളോട് പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഈ വാക്യം ഏറ്റുപറയുന്നതാണ്. യേശുവിൻ്റെ ശരീരമാണ്, രക്തമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നീ കഴിക്കുന്നുവെങ്കിൽ വചനം ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് എന്തിനു വേണ്ടി അവൻ ക്രൂശിതനായി, എന്തിനു വേണ്ടി അവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു, എന്തിനു വേണ്ടി യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടു, ഇതെല്ലാം ഹൃദയത്തിൽ മനസ്സിലാക്കി യേശുവിനെ അറിഞ്ഞ് സ്വീകരിക്കുന്നവനാണ് ഈ രക്ഷ കടന്നു വരുന്നത്, ഈ വിശ്വാസത്തിൽ ഈ രക്ഷ കടന്നു വരുന്നത്. ഇതല്ലാതെ വെറുതെ ഇത് കഴിച്ചാൽ എന്തെങ്കിലും ലഭിക്കും, ഇതാണ് അനുഗ്രഹം, ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞ് ബൈബിളിനെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാതെ യേശു എന്തിനീ ഭൂമിയിൽ വന്നു, യേശു ഒരു മനുഷ്യനായി എന്തിനീ ഭൂമിയിൽ വന്നു എന്ന് ചോദിച്ചാൽ അതിന് പോലും ഉത്തരം കൊടുക്കാൻ കഴിയാത്ത വെറും നാമമാത്രമായ ക്രിസ്ത്യാനി, നീ ഇത് സ്വീകരിക്കുന്നതിൻ്റെ ശിക്ഷാവിധിയാണ് എന്ന ബോധ്യം നിനക്ക് വേണം. കാരണം അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ലേഖനത്തിൽ 1 കൊരിന്തോസ് അതിൻ്റെ 11-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, നിന്റെ ബലഹീനത, നിന്റെ മരണം അതിന് പോലും കാരണമാക്കുന്നതാണ് ഈ ഒരു ശുശ്രൂഷ എന്ന് ഇത്രയും വലിയ ഒരു മുന്നറിയിപ്പ് നൽകി തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷ മറ്റൊന്നുമില്ല. നമ്മൾ വളരെ വ്യക്തതയോടെ ഇത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. സഹോദരങ്ങളോട് വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും വെച്ച് സ്വന്തം സഹോദരങ്ങളെ മുഖത്ത് പോലും നോക്കാതെ സംസാരിക്കുക പോലും ചെയ്യാതെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹിച്ച്, മക്കൾ തമ്മിൽ കലഹിച്ച്, ഇങ്ങനെ പല രീതിയിൽ കലഹവും വിദ്വേഷവും വൈരാഗ്യവും വെച്ചുകൊണ്ടുവന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ക്രിസ്ത്യാനി, നാമമാത്രമായ ക്രിസ്ത്യാനി, നിന്നോടാണ് എനിക്ക് പറയാനുള്ളത്. മനസ്തപിക്കാതെ, അനുതപിക്കാതെ, യേശുവിൻ്റെ ശരീരം എന്തിനു വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയാതെ, യോഗ്യതയില്ലാതെ നീ ഇത് ഭക്ഷിച്ചാൽ അത് നിന്റെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നത്. ഇതെൻ്റെ അഭിപ്രായമല്ല, അപ്പസ്തോലനായ പൗലോസിൻ്റെ അഭിപ്രായമാണ്. എൻ്റെ അഭിപ്രായത്തെക്കാൾ അധികമായി അപ്പസ്തോലിക അഭിപ്രായമാണ് ഇതെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഇതേ കാര്യം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ചെയ്യുമെന്ന് പറയുകയും എന്നാൽ അത് യേശുവിൻ്റെ ശരീരമാണെന്നോ രക്തമാണെന്നോ വിശ്വസിക്കാതെ ഇത് വെറും ഒരു ഓർമ്മയാചരണം മാത്രമാണ് എന്ന് പറയുന്ന സമൂഹത്തോടും എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്.
കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരി എന്നെ വിളിക്കുകയും വിശുദ്ധ കുർബാനയെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയുകയും ചെയ്തപ്പം ഒട്ടനവധി കോളുകളാണ് വന്നത്. ഒരുപാട് വാട്സപ്പ് മെസ്സേജുകൾ. ചിലർക്ക് നേരിട്ട് സംസാരിക്കാൻ താല്പര്യമില്ല, കാരണം നമ്മളത് പബ്ലിക് ചെയ്യും. അവർ വാട്സാപ്പിൽ മെസ്സേജുകൾ അയക്കും. നിങ്ങൾക്കിത് മനസ്സിലായിട്ടില്ല, ഇത് 3-ാം നൂറ്റാണ്ടിൽ വന്നൊരു കാര്യമാണ്, ഇത് റോമൻ സായിപ്പും കൊണ്ടുവന്നതാണ്, അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ടിൽ മാത്രമേ ഇത് വന്നിട്ടുള്ളൂ, അതിനു മുൻപ് ഇത് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നവർ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശരീര രക്തമല്ല, അത് വെറും ഒരു ഓർമ്മയാചരണം മാത്രമാണ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിക്കുക, നമ്മൾ സാധാരണ ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാറുണ്ട്. എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യാറില്ല, എന്നാലും ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യുന്നവരാണ് പലരും. അപ്പോൾ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് എനിക്ക് ശിക്ഷാവിധിക്ക് കാരണമാകുമോ? കാരണം ഞാൻ എൻ്റെ ജന്മദിനത്തെ ഓർമ്മിച്ച് ഒരു അപ്പം അല്ലെങ്കിൽ ഒരു കേക്ക് ബേക്കറിയിൽ പ്രിപ്പറേഷൻ നടത്തിയ ഒരു സംഭവം നമ്മൾ കട്ട് ചെയ്യുന്നു, നമുക്ക് പറ്റുന്നവർക്കൊക്കെ കൊടുക്കുന്നു, നമ്മൾ പരസ്പരം കൈമാറുന്നു, നമ്മൾ കഴിക്കുന്നു. ഇതെൻ്റെ ശിക്ഷാവിധിക്ക് കാരണമാകുമോ ഇല്ലയോ? ഇത് ശിക്ഷാവിധിക്ക് കാരണമാകില്ല എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുകയോ ഒന്നും സംഭവിക്കുന്നില്ല, അത് വെറും ഒരു അപ്പവും വെറും ഒരു വീഞ്ഞും മാത്രമാണ്, യേശുവിൻ്റെ ശരീരരക്തങ്ങളെ അല്ല, വെറും ഒരു ഓർമ്മയാചരണം മാത്രമാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, അത് 3-ാം നൂറ്റാണ്ടിൽ കടന്നു വന്ന ഒരു തെറ്റായ ചിന്തയാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, എൻ്റെ ചോദ്യം ഇതാണ്, അപ്പസ്തലനായ പൗലോസ് എന്തുകൊണ്ട് ഇങ്ങനെ പഠിപ്പിച്ചു? ഇത് നിന്റെ ശിക്ഷാവിധിക്ക് കാരണമാകുമെന്ന് പഠിപ്പിച്ചു. കാരണം യാതൊരുവിധ സംഭവവും നടക്കുന്നില്ലെങ്കിൽ, ഇത് യേശുവിൻ്റെ ശരീരമോ രക്തമോ ഒന്നുമല്ലെങ്കിൽ, നമ്മുടെ കൂടിവരവും നമ്മുടെ ഭക്ഷണവും എങ്ങനെ എൻ്റെ ശിക്ഷാവിധിക്ക് കാരണമാകും? കാരണം അങ്ങനെയെങ്കിൽ ബർത്ത്ഡേ കേക്ക് കിട്ടിയതും ശിക്ഷാവിധിക്ക് കാരണമാകണമെന്ന് നിങ്ങൾ പറയണം. ഇതിൻ്റെ ഒരു ചോദ്യം മാത്രമാണ്, ഒന്നാമത്തെ കാര്യം. 2, യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായിട്ട് ദൈവവചനം പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാണ്, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു. അത് ഭക്ഷിച്ച കാര്യം തന്നെ മെറ്റഫോറിക്കായിട്ട്, അതായത് ഉദാഹരണമായിട്ട് എടുത്ത് സന്ദർഭവശാൽ യേശു വ്യക്തമായിട്ട് പറയുക, ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി നീ കഴിക്കണം, നീ ഭക്ഷിക്കണം, അതിനു വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. യോഹന്നാൻ തൻ്റെ സുവിശേഷം തുടങ്ങുന്നത്, വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു, സ്വർഗത്തിൽ നിന്നും വചനം നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. വീണ്ടും സുവിശേഷത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വചനത്തിൽ കാണുന്നുണ്ട്, ഒന്നാമത്തെ ആദം ഭൂമിയിൽ നിന്ന്, എന്നാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ്. വീണ്ടും സുവിശേഷത്തിൽ പറയുകയാണ്, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് ക്രിസ്തു. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവന്റെ അപ്പമാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 6 പറയുക. അപ്പൊ ഇതെല്ലാം നമ്മൾ പരസ്പരം കണക്ട് ചെയ്ത് വായിക്കുമ്പം യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കണമെന്ന് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ആ ഭക്ഷണം അത് സുവിശേഷമാണ്, അതാണ് ഭക്ഷിക്കേണ്ടത്, വചനമാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, പഴയ നിയമത്തിൽ ഇതേ വചനം ഉണ്ടായിരുന്നു, ഈ മന്ന ഭക്ഷിക്കുമ്പോഴും ഇതേ വചനം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ പറയുകയാണ്, ആ വചനം മാംസമായി നമ്മളുടെ ഇടയിൽ വസിച്ചു. യേശു പറയുകയാണ്, ആ മാംസം ഭക്ഷിക്കണം. ഇനി നമ്മളൊരു തർക്കത്തിന് യോഹന്നാന്റെ സുവിശേഷം ഇതുമായി യാതൊരു ബന്ധമില്ല എന്ന് പറയുന്ന ചില പുതിയ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം പിന്നെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വിശുദ്ധ കുർബാനയെക്കുറിച്ചല്ല, അന്ത്യത്താഴത്തെക്കുറിച്ചല്ല ഈ പ്രബോധനമെങ്കിൽ പിന്നെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? വീണ്ടും ആ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 51-ാം വാക്യം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. കൃത്യതയോട് പറയുകയാണ്, എൻ്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കണമെന്ന് പറയുക. ഇന്നുണ്ടായ ഈ ഇടർച്ച, അതല്ലെങ്കിൽ ഇന്ന് പുതിയതായി ഈ നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള ചില പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിൽ, എനിക്ക് തോന്നുന്നു പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിൽ അതില്ല, ഇന്ന് പുതിയതായി സ്വതന്ത്ര സഭകൾ എന്നറിയപ്പെടുന്ന ചില പെന്തക്കോസ്ത് സമൂഹങ്ങളിലാണ് ഇത് വെറും അപ്പം മാത്രമാണ്, യേശുവിൻ്റെ ശരീരമൊന്നുമല്ല, അങ്ങനെയൊന്നും വിശ്വസിക്കേണ്ട, വെറും ഒരു ഓർമ്മയാചരണമാണ് എന്ന പഠനങ്ങളൊക്കെ കൂടുതലായി കടന്നു വരുന്നത്. എന്നെ വിളിച്ചവരും സംസാരിച്ചവരും അവരാണ്, അതുകൊണ്ടാണ് ഞാൻ അവരാണ് എന്ന് ഞാൻ പറയുന്നത്. അപ്പം അവരോടെൻ്റെ ചോദ്യം, യഹൂദർക്കും ഇതേ ഇടർച്ചയുണ്ടായി, ഇന്ന് നിങ്ങൾക്കുള്ള ഇടർച്ച, എങ്ങനെ ശരീരം ഭക്ഷിക്കാൻ പറ്റും എന്ന ഇടർച്ച യഹൂദർക്കും ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ 52-ാമത്തെ വാക്യത്തിൽ, ഇതേപ്പറ്റി യഹൂദരിൽ തർക്കമുണ്ടായി, തൻ്റെ ശരീരം എങ്ങനെ ഭക്ഷിക്കാൻ തരാം, അവന് സാധിക്കും എന്നവർ പരസ്പരം ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും
അവൻ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, യേശു അതിനു മുൻപ് ശരീരത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അവർക്ക് ഇടർച്ച ഉണ്ടായി കഴിഞ്ഞപ്പം ആ ഇടർച്ച ഒരു സ്റ്റെപ്പ് കൂടെ കൂട്ടുകയാണ് യേശു, അല്ലാതെ ഇടർച്ചയെ മാറ്റുകയല്ല. ശരീരം മാത്രമല്ല മക്കളെ, രക്തം കൂടെ ഭക്ഷിക്കണം. യഹൂദരെ സംബന്ധിച്ച് രക്തം ഭക്ഷിക്കുക എന്ന് പറഞ്ഞത് വലിയ പാപമാണ്. കാരണം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുക, ലേവ്യ പുസ്തകത്തിൽ രക്തം ഭക്ഷിക്കരുത്, രക്തം നിങ്ങൾ ഭക്ഷിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ മോശ തൻ്റെ ഉടമ്പടിയെ പാലിക്കുമ്പോൾ, ഉടമ്പടിയെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരു ആടിനെ കൊണ്ടുവന്നാൽ അതിൻ്റെ രക്തമെടുത്ത് ബലിപീഠത്തിൻ്റെ മേലും ജനത്തിൻ്റെ മേലും തളിച്ചിട്ടാണ് ആ ഉടമ്പടിയെ പൂർത്തിയാക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത് ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയ ഫലകങ്ങളിൽ ഞാൻ സുവിശേഷമാകുന്ന പുതിയ ഉടമ്പടി എഴുതി വച്ചിരിക്കുക. ഞങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ സുവിശേഷമാകുന്ന പുതിയ ഉടമ്പടി നിങ്ങളുടെ ഹൃദയ ഫലകങ്ങളിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ആ പുതിയ ഉടമ്പടിയിൽ യേശുവിൻ്റെ രക്തം തളിക്കണമെങ്കിൽ നീ രക്തം ഭക്ഷിച്ചേ മതിയാകൂ എന്ന് യേശു പഠിപ്പിക്കുക. നീ രക്തം ഭക്ഷിക്കണം, കാരണം അത് തളിച്ചാൽ പോരാ, നിന്റെ ഉള്ളിലോട്ട് ആ രക്തം വരണം. നിന്റെ ഹൃദയങ്ങളിൽ എഴുതി വച്ചിരിക്കുന്ന സുവിശേഷത്തിലൂടെ നിന്നെ പുതിയ ഉടമ്പടിയിൽ സ്ഥാപിക്കപ്പെടാൻ നിന്റെ ഉള്ളിൽ ആ രക്തം വരണമെന്ന് യേശു തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുക. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ശരീരം മാത്രം ഭക്ഷിച്ചാൽ പോരാ, രക്തം കൂടെ ഭക്ഷിക്കണമെന്ന് ഒരു സ്റ്റെപ്പ് കൂടെ കയറ്റി പറഞ്ഞിരിക്കുക. ഒരു അടുത്ത സ്റ്റെപ്പ് കൂടെ യേശു പഠിപ്പിച്ചു വയ്ക്കുക. ഇനി ഇതേ കാര്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്തി അതിൻ്റെ 11-ാം അധ്യായത്തിൽ 23-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവായ യേശു ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത്. അതായത് പൗലോസ് അപ്പോസ്തലൻ യേശുവിൻ്റെ പുതിയ ഉടമ്പടി സ്ഥാപിക്കുമ്പോൾ കൂടെ ഇല്ല. ആദിമസഭയിൽ അപ്പോസ്തലൻ യേശുവിലേക്ക്, വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണ ഉദ്ധാനത്തിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. നമുക്കതറിയാം. സഭ വളർന്നു വന്നതിന് ശേഷം സഭയെ പീഡിപ്പിച്ചവനാണ് സൗൾ. ആ പീഡിപ്പിച്ചവനെ ദമാസ്കസിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് കർത്താവ് പിടിക്കുമ്പോൾ മാത്രമാണ് അപ്പോസ്തലൻ ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമാകുന്നത്. അപ്പോൾ അതുവരെ സഭ ഇത് അനുഷ്ഠിച്ചിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു പ്രവൃത്തി അനുഷ്ഠിച്ചിരുന്നു. അപ്പോൾ 3-ാം നൂറ്റാണ്ടിൽ വന്നു എന്ന വാദം നമുക്ക് അവിടെ തന്നെ തള്ളാൻ പറ്റും. ഇനി അപ്പോസ്തലൻ അത് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഭരമേൽപ്പിക്കുകയും, നിങ്ങളത് ചെയ്യണം, നിങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടാണ് ശരീര രക്തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുകയും ഈ ഒരു ശുശ്രൂഷയെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ ശുശ്രൂഷയെക്കുറിച്ച് പഠിപ്പിച്ച് അതിൻ്റെ 27-ാം വാക്യം വരുമ്പോൾ, അതുകൊണ്ട് അയോഗ്യമായി അപ്പം ഭക്ഷിക്കുകയും കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തത്തെയും സംബന്ധിച്ച് കുറ്റക്കാരനായി മാറും. ഇത് ആത്മപരിശോധന ചെയ്യണം, അല്ലെങ്കിൽ ഇത് നിമിത്തം നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും അനേകർ നിദ്ര കൊള്ളും. ഞാൻ സത്യവേദ പുസ്തകം വായിച്ചേ, 66 പുസ്തകം. അതായത് യാതൊരു മാറ്റവുമില്ല. ഇങ്ങനെ നിങ്ങൾ ശോധനയില്ലാതെ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇതു നിമിത്തം, ഈ പ്രവൃത്തി നിമിത്തം, വെറും ഒരു ഓർമ്മയാചരണം, ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ വളരെ ലാഘവത്തോടുള്ള ഒരു ഓർമ്മയാചരണം മാത്രമാണിതെങ്കിൽ, ശോധനയില്ലാതെ നിങ്ങളിത് ഭക്ഷിച്ചാൽ എങ്ങനെ ഇത് ശിക്ഷാവിധിക്ക് കാരണമാകും? ഇത് യേശുവിൻ്റെ ശരീരരക്തമല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് വിശ്വസിച്ചിരുന്നതെങ്കിൽ പിന്നെ അതെങ്ങനെ മരണത്തിന്, അത് രോഗിയാക്കുന്നതിന്, ബലഹീനമാക്കുന്നതിന് കാരണമാകും എന്നുള്ളത് കൂടെ നിങ്ങൾ പറയണം. അപ്പോസ്തലൻ ഒരിക്കലും ഇത് വെറുമൊരു അപ്പം മാത്രമാണെന്നോ വെറുമൊരു വീഞ്ഞു മാത്രമാണോ എന്നല്ല വിശ്വസിച്ചിരുന്നത്. വിശ്വാസത്താൽ അത് യേശുവിൻ്റെ ശരീര രക്തങ്ങളായി തന്നെ വിശ്വസിച്ചിരുന്നു. അപ്പസ്തോലിക സഭകളെല്ലാം അത് തന്നെ വിശ്വസിച്ചിരുന്നത്. അത് കത്തോലിക്ക സഭയാകട്ടെ, 11-ാം നൂറ്റാണ്ടിലേക്ക്, അല്ലെങ്കിൽ പിന്നീട് വിഭജിച്ചു പോയിരിക്കുന്ന സഭകളാകട്ടെ, അല്ലെങ്കിൽ പലവിധ സ്ഥലങ്ങളിൽ പ്രാദേശികമായി കൂടിക്കൊണ്ടിരുന്ന കത്തോലിക്ക സഭയോട് പൂർണ്ണമായി യോജിക്കാത്ത മറ്റ് പ്രാദേശിക സഭകളെല്ലാം ആകട്ടെ, സിറിയൻ ഓർത്തഡോക്സ് ആകട്ടെ, പാശ്ചാത്യ പൗരസ്ത്യ സഭകളിൽ എല്ലാം തന്നെ വിശ്വസിക്കുന്നത് യേശുവിൻ്റെ ശരീര രക്തങ്ങളായി തന്നെയാണ്. ഇനി 16-ാം നൂറ്റാണ്ടിൽ നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ വിഘടിപ്പിക്കപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിലൂടെ മാറ്റപ്പെട്ട എല്ലാ സമൂഹവും ഇന്നും വിശ്വസിക്കുന്നത് യേശുവിൻ്റെ ശരീരരക്തങ്ങളായി തന്നെയാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 2-ൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അവർ അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടെ പങ്കാളിയാകുകയും ചെയ്തു എന്ന്. അപ്പൊ അനുദിനം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു എന്ന്
വചനം വ്യക്തമായിട്ട് നമുക്ക് സാക്ഷ്യം നൽകുക. ഇന്ന് എത്ര സഭകൾ വചനം അങ്ങനെ തന്നെ അനുസരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഡിനോമിനേഷനിൽ അനുദിനം ഈ ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന എത്ര പേരുണ്ട്? അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 20-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വാക്യത്തിൽ ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി. അപ്പൊ അനുദിനം കൂടാൻ പറ്റാതെ വന്നപ്പോൾ ആഴ്ചയുടെ ആദ്യ ദിവസം, അതായത് ഇന്ന് നമ്മൾ പറയുന്ന ഞായറാഴ്ച ദിവസം, അപ്പൊ എല്ലാ ഞായറാഴ്ചകളിലും ഇങ്ങനെ അപ്പം മുറിക്കാൻ കൂടുന്ന എത്ര പേരുണ്ട്? അപ്പസ്തോലിക പാരമ്പര്യമാണല്ലോ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ എത്ര പേര് അതിന് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്? ഇനി 1 കൊരിന്തോസ് അതിന്റെ 16-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ആ 16-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അപ്പസ്തോലൻ പറയുകയാണ്, ഒരു പാരമ്പര്യം, ഞാൻ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് നിങ്ങൾ ഓരോരുത്തരും കഴിവനുസരിച്ച് തുക ആഴ്ചയുടെ ആദ്യ ദിവസം നീക്കി വെക്കണം. അപ്പൊ ആഴ്ചയുടെ ആദ്യ ദിവസം അവർ ഒന്നിച്ചു കൂടിയിരുന്നു. എന്തിന്? അപ്പം മുറിക്കാൻ. അപ്പൊ ഇവിടെയെല്ലാം അപ്പസ്തോലിക പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അനുദിനമാകട്ടെ ആഴ്ചയുടെ ആദ്യ ദിവസമാകട്ടെ അവരപ്പം നുറുക്കാൻ ഒരുമിച്ച് കൂടിയിരുന്നു. അത് യേശുവിൻ്റെ ശരീരരക്തങ്ങളായി അവർ വിശ്വസിച്ചിരുന്നു. ഇത് നിത്യജീവന് വേണ്ടി ഒരു കാലത്ത് മന്ന അവർ ഭക്ഷിച്ചിട്ടും അവർ മരിച്ചു. എന്നാൽ നിങ്ങൾ ഭക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണെന്ന് യേശു പഠിപ്പിച്ചിരിക്കെ അങ്ങനെയല്ല, അതിൻ്റെ ആവശ്യമില്ല, അത് വെറും ഒരു ഓർമ്മയാചരണമാണ്, യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പഠിപ്പിക്കാൻ ദൈവവചനം നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം നൽകുന്നു? പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഇതിനെ കൂട്ടിച്ചേർത്ത് പറയുകയാണ്. അപ്പസ്തോലിക സഭകളെല്ലാം വിശുദ്ധമായി ഇത് ആചരിക്കുന്നു. വിശുദ്ധമായി ആചരിക്കുന്നവരെ ഞാൻ സ്നേഹത്തോടെ കാണുന്നു. എന്നാൽ യാതൊരുവിധ വിശുദ്ധിയുമില്ലാതെ, വിശുദ്ധ ബൈബിളിനെ കുറിച്ച് യാതൊരുവിധ അടിസ്ഥാന ബോധവുമില്ലാതെ, വചനത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവൻ ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ ശിക്ഷാവിധിയാണ് എന്നുകൂടെ തിരിച്ചറിയുക. അതായത് യേശുവിനെ അറിയാതെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. യേശു എന്തിന് ഈ ഭൂമിയിൽ വന്നു എന്നറിയാതെ യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. യേശു ദൈവമാണെന്ന് വിശ്വസിക്കാതെ നിനക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ ശരീരവും രക്തവും വെറും ഒരു ചടങ്ങല്ല. എല്ലാ ദിവസവും ഈ വഴിപാട് കഴിച്ചാൽ എല്ലാമായി, എല്ലാ അനുഗ്രഹവുമായി, എല്ലാ സൗഖ്യവുമായി, എല്ലാമായി എന്ന് ചിന്തിക്കുന്ന സകല കത്തോലിക്ക വിശ്വാസികളോട് ഞാൻ പറയുക, ഒരിക്കലുമല്ല. ഇതൊരു വെറും ഒരു ചടങ്ങ് കഴിക്കലല്ല, ഇത് വെറും ഒരു നേർച്ചയല്ല, ഇത് ഭക്ഷിച്ചതുകൊണ്ട് എല്ലാം ആയില്ല. യേശുവിനെ അറിയാതെ, ബൈബിളിനെ കുറിച്ച് അറിയാതെ, വചനം നിന്റെ ഉള്ളിൽ ഭക്ഷിക്കാതെ, വചനം ഭക്ഷിക്കാത്ത ഒരുവനും യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ് യേശു പഠിപ്പിച്ചിരിക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വാക്യം നമ്മളോട് പറഞ്ഞിരിക്കുക. യേശു പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആ ആത്മാവും ജീവനുമാകുന്ന വചനം സ്വീകരിക്കാതെ ഒരുവനും യേശുവിൻ്റെ ശരീരം ഫിസിക്കലി കഴിച്ചതുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കത്തില്ല. ആദ്യം നീ വചനം ആത്മാവിലും ജീവനിലും നീ സ്വീകരിക്കണം. ആ വചനം സ്വീകരിക്കുന്നവർ ദൈവം നൽകുന്ന യോഗ്യതയാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചതുപോലെ ഇന്നും യേശുവിൻ്റെ ശരീരം ഭക്ഷിച്ച്, അപ്പം ഭക്ഷിച്ച്, രക്തം പാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന സുവിശേഷത്തെ, പുതിയ ഉടമ്പടിയെ പൂർണ്ണമായി അനുദിനം അതിൻ്റെ പുതുക്കൽ സ്ഥാപിച്ചുകൊണ്ട് നിന്നെ വിശുദ്ധീകരിക്കുന്ന ഈ പുതിയ ഉടമ്പടിയിലേക്ക് ഏതൊക്കെ ക്രിസ്ത്യാനി വിശ്വാസത്തോടെ വിശുദ്ധിയോടെ കടന്നു വരുന്നുവോ അത് നിന്റെ നിത്യജീവനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അന്ത്യത്താഴ സമയത്ത് യേശു വളരെ വ്യക്തമായി യേശുവിൻ്റെ ശരീരമാകുന്ന അപ്പവും യേശുവിൻ്റെ രക്തമാകുന്ന വീഞ്ഞും പാനപാത്രവും എടുത്തു. ഇത് രണ്ടും സെപ്പറേറ്റ് തന്നെ എടുത്തു പറഞ്ഞു. ഇത് നിത്യജീവനും ഇത് നിന്റെ പാപത്തിൻ്റെ മോചനത്തിനും കാരണമാകും. കൃത്യതയോടെയാണ് വചനം പറഞ്ഞിരിക്കുന്നത്. ഒന്ന് നിത്യജീവനും മറ്റൊന്ന് പാപത്തിൻ്റെ മോചനത്തിനും കാരണമാകും എന്ന് തന്നെയാണ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് കത്തോലിക്ക സഭയിൽ പല ദേവാലയങ്ങളിൽ നമ്മൾ കാണുന്നത്, പല വിവാഹ ചടങ്ങുകളിൽ പോലും സങ്കടത്തോടെ ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച, ആ വിവാഹം കഴിക്കുന്ന വരനും വധുവിനും വീഞ്ഞിൽ മുക്കി അല്ലെങ്കിൽ രക്തത്തിൽ മുക്കി യേശുവിൻ്റെ ശരീരം കൊടുക്കുകയും അതിനുശേഷം ആ പുരോഹിതൻ തിരിച്ചുപോയി കാസ ആ പ്രധാന ബലിപീഠത്തിന്മേൽ വെച്ച് തിരിച്ചു വന്ന് മറ്റുള്ളവർക്ക് ശരീരം മാത്രവും കൊടുക്കുന്ന, ഒരു പന്തിയിൽ 2 തരത്തിൽ വിളമ്പുന്ന ഏറ്റവും ഹീനപരമായ ഒരു പ്രവൃത്തി. ഏറ്റവും പ്രധാന ശുശ്രൂഷയിൽ നിങ്ങൾ കാണിക്കുന്ന ഈ അവഹേളനം, ദൈവസഭയോട്, ദൈവമക്കളോട് നിങ്ങൾ കാണിക്കുന്ന
ഈ തെറ്റായ സമീപനം ഇനിയെങ്കിലും നിർത്തണം. ഏതായാലും അനേക റിക്വസ്റ്റിനെ പ്രതി എൻ്റെ ഇടവക ദേവാലയത്തിൽ 2 സാന്നിധ്യത്തിലും യേശുവിൻ്റെ ശരീരവും രക്തവുമായി തന്നെ ലഭിക്കുന്നു എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളുടെ അവകാശമാണ് യേശുവിൻ്റെ ശരീരവും രക്തവും. ദേവാലയങ്ങൾ പണിയാൻ നിങ്ങൾ കോടികൾ മുടക്കുന്നു, അതിനുവേണ്ടി കോടികൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഒരല്പം വീഞ്ഞിന് വേണ്ടിയിട്ടാണോ നിങ്ങളിൽ പണമില്ലാത്തത്? അതാണോ നിങ്ങളുടെ പ്രായോഗിക ബുദ്ധിമുട്ടെങ്കിൽ യേശു ആഗ്രഹിച്ച യേശുവിൻ്റെ ഹൃദയ വിചാരത്തിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നു, പൂർണ്ണമായി നിങ്ങൾ അതിൽ നിന്ന് വ്യതിചലിക്കുന്നു. എന്തൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ട് പറഞ്ഞാലും വീഞ്ഞിൽ മുക്കി കൊടുക്കുന്നത് പ്രായോഗിക ബുദ്ധിമുട്ടാണ്, അത്രയും ജനങ്ങളുള്ളത് പ്രായോഗിക ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇനി വിരൽ മുറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് രക്തവും ഇല്ലേ ശരീരവും ഇല്ലേ എന്നൊക്കെ പറയുന്ന മുട്ടിന്യായങ്ങൾ പറയുന്ന പുരോഹിതരോടും സകലരോടും എനിക്കുള്ള ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ: യേശുവിനെ നീ അങ്ങോട്ട് പഠിപ്പിക്കരുത്. സയൻസ് യേശുവിനറിയാം. യേശു വ്യക്തമായിട്ട് രണ്ടും എടുത്തു വെച്ചിട്ട് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞു. യേശു ഒരിക്കലും ശരീരവും രക്തവും ഒരുമിച്ച് കഴിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്, സെപ്പറേറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ ആഗ്രഹം അതുപോലെ തന്നെ നടക്കണം, യാതൊരു കോംപ്രമൈസുമില്ല. ബാക്കി എല്ലാത്തിനും നിങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ടില്ല എങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൂടുന്ന നേർച്ചകൾ നടത്താൻ, ഔസേപിതാവിൻ്റെ നേർച്ചകൾ നടത്താൻ, 1,00,000 പേർക്ക് നിങ്ങൾക്ക് നേർച്ച കൊടുക്കാൻ നിങ്ങൾക്ക് യാതൊരുവിധ പ്രായോഗിക ബുദ്ധിമുട്ടില്ല. ചോറും സാമ്പാറും അച്ചാറും ചമ്മന്തിയും സകലതും കൊടുക്കാൻ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലും യാതൊരു ബുദ്ധിമുട്ടും വരരുത് എന്നുകൂടെ ഞാൻ പറഞ്ഞു വെക്കുക. നിങ്ങളവരെ 1 കൊരിന്തോസ് 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? ശരീരവും രക്തവും ഒരുപോലെ ലഭിക്കണമെന്ന് കർത്താവ് ഈശോ മിശിഹാ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പസ്തോലന്മാർ അത് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ രണ്ടും നമുക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ തരാൻ തയ്യാറാകണമെന്ന് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. മാത്രമല്ല ഇത് യേശുവിൻ്റെ ശരീരരക്തമാണെന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.